സർ, നമ്മളിപ്പോൾ കണ്ട പേഷ്യൻ്റ് പോലെ ബ്രസ്റ്റിലുള്ള എല്ലാ മുഴകളും ക്യാൻസറസ് ആവണമെന്നില്ലല്ലോ. ഒട്ടുമല്ല. പ്രത്യേകിച്ചും യങ്സ്റ്റേഴ്സിൽ കാണുന്ന കട്ടി ക്യാൻസറിന് സാധ്യത കുറവാണ്. ഒരു 40-50 വയസ്സിന് ശേഷം ഉണ്ടാകുന്ന ബ്രസ്റ്റ് ലംസിന് ക്യാൻസർ ആകാൻ സാധ്യതയുണ്ട്. ഒരു എക്സെപ്ഷൻ ഉള്ളത് വേണമെങ്കിൽ ഹെറിഡിറ്ററി ആയിട്ട് ഫാമിലിയിൽ ഒരുപാട് പേർക്ക് ക്യാൻസർ ഉണ്ട്. അവർക്ക് ചിലപ്പോൾ ചെറുപ്രായത്തിൽ തന്നെ ക്യാൻസർ വരാം. ഈ ബ്രസ്റ്റിലുണ്ടാകുന്ന വലിപ്പ ചെറുപ്പങ്ങൾ, സൈസിൻ്റെ ഷേപ്പിൻ്റെ വ്യത്യാസങ്ങൾ അത് നോർമലാണോ സർ? അങ്ങനെയുള്ളവർക്ക് ക്യാൻസർ വരാനുള്ള റിസ്ക് കൂടുതലാണ്. അതുകൊണ്ട് ക്യാൻസർ ഉണ്ടാകണമെന്നില്ല. നേരെ മറിച്ച് ബ്രസ്റ്റിന് ഡെൻസിറ്റി കൂടുകയാണെങ്കിൽ ക്യാൻസർ ഉണ്ടാകാനും ക്യാൻസർ കണ്ടുപിടിക്കാനും പ്രയാസമായിട്ട് വരാം. അതേസമയം അടുത്ത കാലത്തായിട്ട് ബ്രസ്റ്റിൻ്റെ സൈസ് കൂടുന്നു, ഒരു എസിമെട്രി വരുന്നു, ഒരു നിപ്പിൾ ഏരിയയുടെ ഡിസിമെട്രി വരുന്നു, അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അത് ക്യാൻസർ ആകാൻ ചിലപ്പോൾ സാധ്യത. എല്ലാ ബ്രസ്റ്റ് ക്യാൻസറിനും മാസ്റ്റെക്ടമി അല്ലെങ്കിൽ ബ്രസ്റ്റ് റിമൂവൽ വേണമെന്നില്ലല്ലോ? ഇല്ല. മിക്ക ബ്രസ്റ്റ് ക്യാൻസറുകൾക്കും നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ബ്രസ്റ്റ് കൺസർവേഷൻ, അതായത് സ്ഥാനം നിലനിർത്തിക്കൊണ്ടുള്ള ഓപ്പറേഷൻ ചെയ്യാൻ സാധ്യമാണ്. അപ്പോൾ ഈ മാസ്റ്റെക്ടമി കഴിഞ്ഞിട്ട് അവർ പഴയതുപോലെ ആവാൻ, അവർക്ക് ഭേദമാകാൻ എത്ര സമയം എടുക്കും? ഇന്നത്തെ കാലത്ത് സർജറി വളരെ അഡ്വാൻസ്ഡ് ആണ്. അപ്പം പല ബ്രസ്റ്റ് സർജറികളും ഡേ കേസാണ്. നമ്മൾ അടുത്ത ദിവസം തന്നെ വേണമെങ്കിൽ പേഷ്യൻറ്റിന് ഡിസ്ചാർജ് ചെയ്യാം, അല്ലെങ്കിൽ സെയിം ഡേ വേണമെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാം. മാത്രമല്ല അവർക്ക് പിറ്റേ ദിവസം മുതൽ വേണമെങ്കിൽ ഓഫീസ് വർക്കൊക്കെ ചെയ്തു തുടങ്ങാം. എന്നിരുന്നാൽ തന്നെയും ഒരു 1-2 ആഴ്ചത്തെ മാക്സിമം റെസ്റ്റ് അത് മാത്രമേ വേണ്ടൂ. ബ്രസ്റ്റ് ക്യാൻസറിന് ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ സാർ. അത് ഫോർ എക്സാമ്പിൾ ഇപ്പം ഫാമിലി ഹിസ്റ്ററി, ഏജ്, ഇതൊന്നും ഇല്ലാത്ത ഒരാൾക്ക് അത് വരാനുള്ള സാധ്യത എത്രത്തോളം? ഒരു ആവറേജ് റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അർബൻ പ്ലേസിലൊക്കെ 1 in 28 ആണ്. ഒരു 28 പേരിൽ ഒരാൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാം. റൂറൽ ഏരിയ പോവുകയാണെങ്കിൽ അതിലും കുറവാണ്, 1 in 60 ആണ്. പക്ഷേ നമ്മുടെ മാറി വരുന്ന ജീവിത സാഹചര്യങ്ങളും അർബനൈസേഷനും കൊണ്ട് ഒരുപക്ഷെ നമ്മൾ വെസ്റ്റേൺ രാജ്യത്തെ കണക്ക്, അതായത് 1 in 8 അതിലോട്ട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്.